ഹായ് എവറി വൺ. നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള സിക്സ്ത് ക്വസ്റ്റ്യൻ ആണ്. ഡിഫറെൻറ്റ് ഫിനോട്ടിപ്പിക് റേഷ്യോസ് ആർ ഒബ്റ്റെയിൻഡ് ഇൻ മോണോ ഹൈബ്രിഡ് ആൻഡ് ഡൈ ഹൈബ്രിഡ് ക്രോസ്. വൈ? വാട്ട് ഡസ് ഇറ്റ് ഇൻഡിക്കേറ്റ് അബൌട്ട് ദി ഇൻഹെറിറ്റൻസ് ഓഫ് ക്യാരക്ടേഴ്സ്? മലയാളത്തിൽ മോണോ ഹൈബ്രിഡ് ഡൈ ഹൈബ്രിഡ് ക്രോസുകൾ വ്യത്യസ്ത ഫിനോട്ടിപ്പിക് അനുപാതങ്ങൾ ഉണ്ടാക്കുന്നു. എന്തുകൊണ്ട്? സ്വഭാവ ഗുണങ്ങളുടെ പാരമ്പര്യത്തെക്കുറിച്ച് ഇത് നൽകുന്ന സൂചന എന്ത്? നമുക്കറിയാം, മെൻഡലിൻ്റെ മോണോ ഹൈബ്രിഡ് ക്രോസിൻ്റെ റേഷ്യോ 3:1 ആണ്. ഡൈ ഹൈബ്രിഡ് ക്രോസിൻ്റെ റേഷ്യോ 9:3:3:1 ആണ്. ഇത് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇത് ഫിനോട്ടിപ്പിക് റേഷ്യോ ആണ്. പുറമേക്ക് പ്രകടമായിട്ടുള്ള ഗുണങ്ങളുടെ എണ്ണം വെച്ച് മാത്രമുള്ള റേഷ്യോ ആണ് 3:1ഉം 9:3:3:1. 3:1 ആണ് മോണോ ഹൈബ്രിഡിൻ്റെ റേഷ്യോ. ഡൈ ഹൈബ്രിഡ് 9:3:3:1. ഓക്കെ, ഇതെന്തുകൊണ്ടാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന് ചോദ്യം. നമുക്കറിയാം, മോണോ ഹൈബ്രിഡ് ക്രോസിൽ നമ്മൾ ആകെ ഒരൊറ്റൊരു ക്യാരക്ടറിനെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള റേഷ്യോ കിട്ടി 3:1. എന്നാൽ ഡൈ ഹൈബ്രിഡ് ക്രോസിൽ രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള സ്വഭാവങ്ങൾ പരിഗണിച്ചുകൊണ്ട് നടത്തുന്ന ക്രോസാണ്. ടോൾ ഉണ്ടായിരുന്നു, ഹൈറ്റും ഉണ്ടായിരുന്നു, ഷേപ്പും ഉണ്ടായിരുന്നു. അതിൽ ഡോമിനൻ്റ് ടോളായിരുന്നു, ഡോമിനൻ്റ് റൗണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ അവിടെ 4 ഗമേറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ 4 ഗമേറ്റ് നമ്മൾ ഫ്യൂസ് ചെയ്ത് പലതരത്തിലുള്ള കോമ്പിനേഷൻ, ഇതിൽ 16 വെറൈറ്റി കോമ്പിനേഷൻ കിട്ടി നമുക്ക്. ആ 16 എണ്ണത്തിൽ 9 എണ്ണം 3 എണ്ണം വീതം ഇങ്ങനെ ഈ റേഷ്യോക്കകത്ത് നമുക്ക് കിട്ടി. ഇനി നമ്മൾ 3 സ്വഭാവങ്ങളെയാണ് പരിഗണിച്ചതെങ്കിൽ ഇതിനേക്കാളും വലിയൊരു റേഷ്യോ കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സ്വഭാവത്തെ പരിഗണിച്ചുകൊണ്ട് മാത്രമാണ് നമ്മുടെ റേഷ്യോ എന്തായി മാറിയത് 3:1 ആയത്. 2 സ്വഭാവങ്ങളെ പരിഗണിച്ചു, സ്വഭാവങ്ങളുടെ എണ്ണം കൂടിയതുകൊണ്ട് സംഭവിച്ചു അവിടെ റേഷ്യോയുടെ എണ്ണവും മാറിയിട്ടുണ്ട്. ഓക്കെ, ഡിഫറെൻറ്റ് ഫിനോട്ടിപ്പിക് റേഷ്യോസ് ഇൻ മോണോ ഹൈബ്രിഡ് ആൻഡ് ഡൈ ഹൈബ്രിഡ് അറൈസ് ഫ്രം ദി നമ്പർ ഓഫ് ട്രേറ്റ്സ് ആൻഡ് ജീൻസ് ബീൻ കൺസിഡേർഡ്. അല്ലേ, നമ്മൾ എത്ര സ്വഭാവങ്ങളെ, എത്ര ജീനിനെ പരിഗണിച്ചു, അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവിടെയുള്ള ആ റേഷ്യോൻ്റെ വ്യത്യാസം. ഇവിടെ തരാം. മലയാളത്തിൽ നമ്മൾ എത്ര ജീനുകളെ അവിടെ പരിഗണിച്ചോ, അല്ലെങ്കിൽ എത്ര സ്വഭാവത്തെ അവിടെ പരിഗണിച്ചോ എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവിടെ കിട്ടിയിട്ടുള്ള റേഷ്യോ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ബാക്കി, വാട്ട് ഡസ് ഇറ്റ് ഇൻഡിക്കേറ്റ് അബൌട്ട് ദി ഇൻഹെറിറ്റൻസ് ഓഫ് ക്യാരക്ടേഴ്സ്? നമുക്ക് ഇവിടെ നോക്കാം, നമ്മൾ ക്രോസിൽ നോക്കാം. ഇതാണ് മെൻഡലിൻ്റെ ഡൈ ഹൈബ്രിഡ് ക്രോസ്. മെൻഡലിൻ്റെ ഡൈ ഹൈബ്രിഡ് ക്രോസ്. ഓക്കെ, ഇവിടെയാണ് ആ സംഭവിച്ചത് അല്ലേ. 2 ക്യാരക്ടേഴ്സ് കൺസിഡർ ചെയ്തു. റേഷ്യോ എന്ത് കിട്ടി? 9:3:3:1 കിട്ടി. ഇവിടെ 4 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗമേറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. 4 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗമേറ്റുകൾ. അപ്പോൾ ഗമേറ്റുകളുടെ ഒരു മേക്കപ്പ് എങ്ങനെയാണോ, ആ ഒരു കോമ്പിനേഷൻ എങ്ങനെയാണോ, അതായിരിക്കും അടുത്ത തലമുറയ്ക്കകത്തേക്ക് അവിടെ കൈമാറുന്നുണ്ടാവുക, ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ടാവുക. സ്വഭാവ ഗുണങ്ങളുടെ പാരമ്പര്യത്തെക്കുറിച്ച് നൽകുന്ന സൂചന എന്താണ്? പാരൻ്റൽ പ്ലാന്റ്സിൽ, മാതൃ സസ്യങ്ങളിൽ ഏത് തരത്തിലുള്ള ഒരു ജനറ്റിക് മേക്കപ്പ് ആണോ, അവിടെ കാണുന്ന ജീൻ ട്രെയ്റ്റ് എങ്ങനെയാണോ, അതായിരിക്കും അടുത്ത തലമുറയ്ക്കകത്തേക്ക് ഇൻഹെറിറ്റ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഇപ്പോൾ ഈ ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, ഇതാണ് ക്രോസ് ചെയ്തെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഇതാ ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ, ടോൾ വിത്ത് റൗണ്ട്. സപ്പോസ് ഇവിടെ ഇത് ക്രോസ് ചെയ്യുന്നതിന് പകരം നമുക്ക് കിട്ടിയത് ഈ ടൈപ്പ് ആണെങ്കിലോ, ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി സ്മോൾ ആർ, ദെൻ സ്മോൾ ടി സ്മോൾ ആർ. ഇതാണ് എങ്ങനെയെങ്കിലും പ്ലാൻ, ഈ പുതിയ പ്ലാൻ ഉണ്ടാവുക. ക്യാപിറ്റൽ ടി സ്മോൾ ആർ, ടോൾ വിത്ത് റിങ്കിൾഡ് പ്ലാന്റ്. ഇതൊരു പാരൻ്റൽ ക്യാരക്ടർ അല്ലായിരുന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഇത്രയ്ക്കും തരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗമേറ്റുകളുടെ ഒരു ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തി പാരൻ്റലിൻ്റെ കയ്യിൽ, പാരൻസ് എന്താണോ കൊടുക്കുന്നത്,
ഇപ്പോൾ ഈ കേസിൽ ഇതുമാണ് ഇവിടുത്തെ പാരൻ്റ്. ഇപ്പോൾ ഉണ്ടാവുന്നത് ഇവിടെ ആയിരിക്കും. അപ്പോൾ എന്താണ് പാരൻസിൻ്റെ ജനറ്റിക് മേക്കപ്പ്, അതിന് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും അടുത്ത തലമുറയ്ക്കുള്ള ഇൻഹെറിറ്റൻസ് ഉണ്ടായിരിക്കുക. ഇവിടെ അതുപോലെ നമുക്ക് എന്ത് പറയാം, മെൻഡലിൻ്റെ കൃത്യമായിട്ടുള്ള ലോ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പാലിക്കപ്പെടുന്നുണ്ട്, ലോ ഓഫ് ഇൻഹെറിറ്റൻസ് അല്ലേ. അതായത് ഇതായത് പാരൻ്റൽ കോമ്പിനേഷൻസ്. അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ടുള്ള കോമ്പിനേഷനാണ് ഇപ്പോൾ ഈ കാണുന്നത്, അതുപോലെ തന്നെ ഈ കാണുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും അവിടെ സെപ്പറേറ്റ് ചെയ്തു, സെഗ്രിഗേറ്റ് ചെയ്തു അല്ലേ, ഇൻഡിപെൻഡൻറ്റ് സെഗ്രിഗേറ്റ് ചെയ്തു. അങ്ങനെ ഏത് ട്രെയ്റ്റ് ആണോ ആ കൊടുക്കുന്ന ഗമേറ്റ്സിനകത്തുള്ളത് അതായിരിക്കും അടുത്ത തലമുറയ്ക്കകത്തേക്ക് ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Even though a gene responsible for certain characters has more than 2 alleles, why does that a particular gene have only 2 alleles in an individual? അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ രക്തഗ്രൂപ്പാണ്. അപ്പോൾ രക്തഗ്രൂപ്പ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ അല്ലീൽസിൻ്റെ എക്സാമ്പിളാണ്. കാരണം രക്തഗ്രൂപ്പിൽ രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്ന ജീനിന് 3 അല്ലീൽസ് ഉണ്ട്. IA, IB, ദെൻ സ്മോൾ ലെറ്റർ I. ഇങ്ങനെ ഈ 3 അല്ലീലുകൾ രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്ന ജീനുണ്ട്. പക്ഷേ ഇതവിടെ നോക്കിയേ, ഈവൻ ദോ എ ജീൻ റെസ്പോൺസിബിൾ ഫോർ സർട്ടൻ ക്യാരക്ടേഴ്സ് ഹാസ് മോർ ദാൻ 2 അല്ലീൽസ്, ഒന്നിലേക്കുള്ള അല്ലീലുകളുള്ള ജീനുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഒരു വ്യക്തിയിൽ 2 അല്ലീൽസ് മാത്രം കാണപ്പെടുന്നത്? കാരണം എന്താണ്? ഇതാ IA, IB, ദെൻ I, സ്മോൾ ലെറ്റർ I. ഇതിൽ ഏതെങ്കിലും 2 മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. കാരണം ഒരെണ്ണം ഫാദർ ഇറങ്ങും, ഒരെണ്ണം മദർ. നമുക്ക് 2 പാരൻസ് അല്ലേ ഉള്ളൂ. അപ്പോൾ സപ്പോസ് ഇവിടെ നമുക്ക് IA-യും IB-യും ആണ്. ഒരു പാരൻ്റ് IA ആയിരുന്നു, ഒരു പാരൻ്റ് IB ആയിരുന്നു. അപ്പോൾ ഇതാണ് തന്നത്, തങ്ങളുടെ സ്പേമിലൂടെ അച്ഛനും ഓവത്തിലൂടെ അമ്മയും. അവർ തരുന്ന ആ ക്രോമസോമിൽ കാണുന്ന ജീന് IA ആയിരുന്നു അച്ഛൻ, IB എന്ന അമ്മ. അങ്ങനെ ഉണ്ടാകുന്ന കുട്ടി എങ്ങനെയായിരിക്കും? IA, IB, ഇത് AB ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, ഇനി വേണ്ട, നമ്മുടെ കേസിൽ എന്താ, IA-യും I-യും സ്മോൾ ലെറ്റർ I-യും IA-യും സ്മോൾ ലെറ്റർ I-യും ആണെന്നുണ്ടെങ്കിൽ കൂടി ചേരുമ്പോൾ ഇതെന്തായിരിക്കും? ഇത് A ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. ഇത് പഠിക്കേണ്ട ആവശ്യമില്ല, ഇത് ഇത്ര മനസ്സിലാക്കിയാൽ മതി. നമുക്ക് ഇവിടെ ഒരാൾക്ക് 2 അല്ലീൽസ് മതി അയാളുടെ കാര്യം നടക്കാൻ. കാരണം ഒരെണ്ണം ഫാദറിനും ഒരെണ്ണം മദറിനും. ദോസ് 2 അല്ലീൽസ് ആർ ഫ്രം ദി പാരൻ്റൽ പ്ലാന്റ്സ്, പാരൻ്റൽ ജീൻസ്. അപ്പോൾ പാരൻസ് എന്താണോ കൊടുക്കുന്നത് ആ 2 മതി അവർക്ക്. അപ്പോൾ ഒരുപാട് ജീനുകൾക്ക് ഒരുപാട് അല്ലീൽസ് ഉണ്ടാവും, നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് മതി? നമുക്ക് 2 മാത്രം മതി. കാരണം 2 ഗമേറ്റുകൾ കൂടി ചേർന്നാണ് നമ്മൾ ഉണ്ടാകുന്നത്. ഒന്ന് മെയിൽ ഗമേറ്റും ഒന്ന് ഫീമെയിൽ ഗമേറ്റും, ഒന്ന് പുരുഷ ബീജവും ഒന്ന് സ്ത്രീ ബീജവും. ഓക്കെ.